ഒരു പാക്കേജും എടുക്കാതെ വെറും 3500 രൂപയ്ക്ക് 4 ദിവസം കൊണ്ട് ഹംപിയും ബദാമിയും എക്സ്പ്ലോർ ചെയ്ത് വന്നാലോ? കേരളത്തിൽ നിങ്ങൾ എവിടെയാണെങ്കിലും ആദ്യം മംഗലാപുരത്തേക്ക് എത്തിച്ചേരുക. എല്ലാ ദിവസവും വൈകിട്ട് 4:45 മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് എടുക്കുന്ന മംഗലാപുരം വിജയപുര എക്സ്പ്രസിന് കയറിയാൽ പിറ്റേ ദിവസം രാവിലെ 7:30 ബദാമി എത്തിച്ചേരാം. 410 രൂപയാണ് ഇതിന് സ്ലീപ്പർ ക്ലാസ്സിന് വരുന്ന ചാർജ്. ബദാമിയിൽ പ്രധാനമായും 4 സ്ഥലങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. ബദാമി, മഹാഗുഡ ആൻഷ്യൻ ടെമ്പിൾ, ഐഹോളെ ആൻഡ് പട്ടടക്കൽ. ബദാമി സ്റ്റേഷനിൽ നിന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം സ്റ്റേഷന് തൊട്ടു മുമ്പിലുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ എടുത്ത് ഈ 4 സ്ഥലങ്ങളും നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നതാണ്. നന്നായി വിലപേശുകയാണെങ്കിൽ 1200 രൂപയ്ക്ക് 4 പേർക്ക് സിമ്പിളായി പോയി വരാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും സീനില്ല, ഷെയറിങ്ങിന് വേറെ ആരെങ്കിലും കിട്ടും. ഐഹോളയിലേക്കും പട്ടടക്കലിലേക്കും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വളരെ ലിമിറ്റഡ് ആയതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ പറഞ്ഞത്. 7-8 നൂറ്റാണ്ടുകളായി നിർമ്മിച്ച യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഈ ഹിന്ദു ജൈന ക്ഷേത്രങ്ങൾ നിങ്ങളെ തീർച്ചയായും അത്ഭുതപ്പെടുത്തും. അങ്ങനെ ബദാമി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് അന്ന് തന്നെ വൈകിട്ട് 4:10 വിജയപുര യശ്വന്ത്പൂർ എക്സ്പ്രസിന് കയറിയാൽ വൈകിട്ട് 7:20 ഹൊസ്പേട്ട് എത്തിച്ചേരാം. 70 രൂപയാണ് ജനറൽ വരുന്ന ഫെയർ. ഹൊസ്പേട്ടിൽ നിന്ന് രാത്രി 8:30 എടുക്കുന്ന ലാസ്റ്റ് ബസ്സിന് കയറിയാൽ 9:15 ഹംപി എത്തിച്ചേരാം. 20 രൂപയാണ് ഇതിന് വരുന്ന ടിക്കറ്റ് ചാർജ്. ഹംപിയിൽ താമസത്തിനായി വിരൂപാക്ഷ ക്ഷേത്രത്തിനടുത്തുള്ള ഹോം സ്റ്റേസ് ചൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. 500 രൂപ മുതൽ ഇവിടെ റൂംസ് അവൈലബിൾ ആണ്. ഹംപിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് കണ്ടു തീർക്കാം. ഹോസ്പേട്ടിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് എടുക്കുന്ന ഹംപി എക്സ്പ്രസിന് കയറി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ 9 മണിയോടെ മൈസൂർ എത്തിച്ചേരാം. മൈസൂരിൽ നിന്ന് കേരളത്തിലേക്ക് നിരവധി ട്രാൻസ്പോർട്ടേഷൻ ബസ്സുകൾ അവൈലബിൾ ആണ്. 167 രൂപയാണ് എനിക്ക് ബത്തേരിയിലേക്ക് വന്ന ചാർജ്.